ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈറ്റ് റൂം ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇവൻ്റ് ഷൂട്ടിംഗ്, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഷൂട്ട്, അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ഫാമിലി ഷൂട്ട്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വർക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്ത് തരത്തിലുള്ള ഷൂട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉറപ്പായും ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പം ഞാൻ ഇത്ര നേരം ഇരുന്ന് ഇപ്പോൾ ഒരു 1 ഹവറിൽ ഞാൻ ഒരു 60 ഫോട്ടോസ് ഓൾമോസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിലത്തെ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ വിളിച്ച് അവരുടെ വില്ലയിൽ പോയി, അവർ പുതിയൊരു വില്ല മേടിച്ചു, അതിൻ്റെ വില്ലയിൽ വെച്ച് അവരൊരു ഫാമിലി ഫോട്ടോഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല ഷാർപ്പായിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോട്ടോ വീടിൻ്റെ അകത്ത് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ സിംഗിൾസും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവർക്ക് 2 മക്കളാണ്, മക്കളുടെ ഫോട്ടോസും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എഡിറ്റിംഗ് ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്തു. പിന്നീടാണ് ഞാൻ ആലോചിച്ചത് നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ട്യൂട്ടോറിയൽ തന്നൂടാ എന്നുള്ളൊരു ട്യൂട്ടോറിയൽ തന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഫോട്ടോസൊക്കെ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെയുള്ള ഫോട്ടോസ്, അതായത് നമ്പർ 60 വരെയുള്ള ഫോട്ടോസ് ഞാൻ എഡിറ്റ് ചെയ്തു. ഇതിലിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എങ്ങനെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഫോട്ടോസ് സെലക്ട് ചെയ്യാം, ഏതൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നീ കാര്യങ്ങൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാനത് കാണുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ ഇത് റോ ഫോട്ടോ ആണ്, ഞാനിത് എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഡെവലപ്പർ മോഡിൽ പോവാം. ഡെവലപ്പ് മോഡ്, ഇത് ലൈബ്രറി ആയിരുന്നു, ഡെവലപ്പ് മോഡിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ബേസിക്സ് അറിയാമല്ലോ. ഞാൻ ലൈറ്റ് റൂമിൽ നിങ്ങൾക്ക് ബേസിക്സ് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല, അതിൻ്റെ ട്യൂട്ടോറിയൽസ് ധാരാളമായിട്ട് തന്നെ നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സ്ക്രീൻ കുറച്ചുകൂടി വലുതാക്കാൻ നിങ്ങൾക്ക് ഈ ആരോ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ മുകളിൽ ലൈബ്രറി, ഡെവലപ്പ്, മാപ്പ്, ബുക്ക് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് അത് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ഡിസ്പ്ലേ ഏരിയ കിട്ടും നമുക്ക്. പിന്നെ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. എൻ്റെ വർക്ക് രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു ഫോട്ടോ ഞാൻ റെഫറൻസായി വയ്ക്കും. അപ്പോൾ അടുത്ത ഫോട്ടോ ഞാനിപ്പോൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ബട്ടൺ RA എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഫോട്ടോയിലാണ് ഞാൻ വർക്ക് ചെയ്യുക. റെഫറൻസ് ഫോട്ടോ ആയി ഞാൻ ആദ്യത്തെ ഫോട്ടോ വയ്ക്കും. അപ്പോൾ ഈ ഫോട്ടോയുടെ റിസൾട്ട് ഇതിലത്തെ ലൈറ്റിങ്ങും ഇതിലത്തെ എക്സ്പോഷറും കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് കിട്ടുന്ന പോലെയുള്ള തരത്തിലുള്ള സെറ്റിങ്സ് ആയിരിക്കണം ഞാനിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ രണ്ടും സെയിം സീനാണ്, അപ്പോൾ രണ്ടും 2 തരത്തിലിരിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലൊരു ഫോട്ടോ ആയി തോന്നി. നല്ലൊരു ഫോട്ടോ തന്നെയാണ്. ചേച്ചി അനിയത്തിയും കൈ പിടിച്ച് ഇങ്ങനെ നടക്കണു, ചേച്ചി ക്യാമറയിലോട്ട് നോക്കണു. അപ്പോൾ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബ്ലറി ബാക്ക്ഗ്രൗണ്ട്. ഈ കാറ് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ റിമൂവ് ചെയ്യാം, അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസസ് ആണ്. ഇപ്പോൾ എനിക്കിതിലിപ്പോൾ ഒരു 350-400ഓളം ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ ഉള്ളതിനാൽ ഞാൻ ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഇപ്പോൾ നമ്മളുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് അവർ പറയുകയാണെങ്കിൽ മാത്രം ഞാനത് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യമായിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റോവിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നറിയാൻ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓട്ടോ പ്രസ് ചെയ്ത് നോക്കും. ഓട്ടോ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം അനാവശ്യമായിട്ടുള്ള ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. നല്ലൊരു അത്യാവശ്യം മോശമല്ലാത്തൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടും. ഇപ്പോൾ കുറച്ച് ഡാർക്കണായിട്ട് പലർക്കും തോന്നും, പക്ഷേ ഇത് ഡാർക്കൺ ചെയ്യുക മാത്രമല്ല ഉണ്ടായത് ഗൈസ്. അനാവശ്യ ഹൈലൈറ്റ്സ്, അനാവശ്യമായിട്ടുള്ള കുറേ എക്സ്പോഷേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് അവരെ റിമൂവ് ചെയ്ത് തരും നമുക്ക്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് നോട്ട് ആൻ കംപ്ലീറ്റ്ലി അണ്ടർ എക്സ്പോസ്ഡ് ഇമേജ് എന്ന് പറയാം. കുറച്ച് നമുക്ക് എക്സ്പോഷർ ഇതിൽ തന്നെ ഇൻക്രീസ് ചെയ്തതിന് ശേഷം ഈ കിഡ്സിനെ, അതായത് ഈ കുട്ടികൾക്ക് ഹൈലൈറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മളുടെ കേവിലായിരിക്കും ഞാൻ വർക്ക് ചെയ്യാറ്. എപ്പോഴും എൻ്റെ കൈ ആദ്യം പോവുക കേവിലായിരിക്കും.
അപ്പോൾ കേവ് എല്ലാവരും ഏത് ട്യൂട്ടോറിയൽ കണ്ടാലും എസ് ഷേപ്പിൽ നിർത്തേണ്ട ഒരു കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. അത് തന്നെ ഞാനും ഫോളോ ചെയ്യാറ്. അത് പറഞ്ഞതുകൊണ്ടല്ല, അങ്ങനെ ചെയ്താലേ ഫോട്ടോ ബ്യൂട്ടിഫുൾ ആകുന്നുള്ളൂ. അപ്പോൾ തന്നെ അത് ചെയ്യാണ്ടിരിക്കാൻ വഴിയില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഷാഡോസ് ഇൻക്രീസ് ചെയ്യും, ബ്ലാക്ക് വാല്യൂസ് കൂട്ടും, പിന്നെ ഹൈലൈറ്റ്സ് അതിന് ശേഷം അതിനനുസരിച്ച് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ചെറിയൊരു എസ് ഷേപ്പ് കിട്ടി. അത് എസ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്, പക്ഷേ ഓട്ടോമാറ്റിക്കലി അത് ആയി പോകുന്നതാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ എനിക്ക് ഈ ബ്ലൂ ഷെയ്ഡ് അത്യാവശ്യം കുറച്ച് കൂടുതലായി പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ബ്ലൂ ഷെയ്ഡ് മാറ്റാൻ വേണ്ടി കുറച്ച് ഞാനൊരു ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ടിൻറ്റ് എൻ്റെ ക്യാമറയിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഗ്രീൻ ടിൻറ്റ് ഡീഫോൾട്ട്, അത് വൈറ്റ് ബാലൻസിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പക്ഷേ എപ്പോൾ ഞാൻ മൊബൈലിലേക്ക് ഇമ്പോർട്ട് ചെയ്താലും ഗ്രീൻ ടിൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗ്രീൻ ടിൻറ്റ് ഞാനൊരു 20 അല്ലെങ്കിൽ 15-20 ആക്കി വെക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് പിന്നെ കിഡ്സിൻ്റെ ഫോട്ടോ ആണ്, നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പിന്നീട് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഈ കുട്ടികളുടെ മുഖം നല്ലോണം ഹൈലൈറ്റ് ചെയ്യണം. കാരണം ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ നാച്ചുറൽ സ്മൈലായിട്ടുള്ള കുട്ടികളുടെ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഇത് എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് ഞാൻ അതൊക്കെ ചെയ്യും. ഫസ്റ്റ് തന്നെ ഞാൻ കുട്ടികളുടെ മുഖത്തിന് വേണ്ടി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് റേഡിയൽ ഫിൽറ്ററാണ്. അപ്പോൾ റേഡിയൽ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറേ പ്രീസെറ്റ്സ് ഞാൻ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എഫക്റ്റിൽ ഏതെങ്കിലും നിങ്ങളിപ്പോൾ എക്സ്പോഷർ എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എക്സ്പോഷർ ഇതാണ്ടോ 0.23. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വേറെ ഒരു വാല്യൂസ് ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് എന്നിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സേവ് കറൻറ്റ് സെറ്റിങ്സ് ആസ് ന്യൂ പ്രീസെറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സെറ്റിങ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സേവ് കറൻറ്റ് പ്രീസെറ്റ് ആസ് ന്യൂ പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പേര് വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ ഫേസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബാക്കിയുള്ളതായിരിക്കും ഹൈലൈറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടത് ഇൻവേർട്ട്. ഓക്കെ, ഇൻവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഫേസ് ഇപ്പോൾ നല്ലോണം ഹൈലൈറ്റ് ആയിട്ട് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് അത് മൗസ് വെറുതെ അതിന് മുകളിൽ വെച്ചാൽ തന്നെ, ഒന്നും ക്ലിക്ക് ചെയ്യാതെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ഫിൽറ്റർ എത്രത്തോളം ഏതൊക്കെ ഏരിയാസിൽ എഫക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ റെഡ് ഫിൽറ്ററിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഫേസ് കവറായിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഇനി ഇതിൽ എത്രത്തോളം വേണമെങ്കിലും കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഈ റേഡിയൽ ഫിൽറ്ററിൻ്റെ ഒരു ഉപകാരം. അപ്പം ഞാൻ അത്രയധികം കൂട്ടില്ല, ശകലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ബ്ലാക്ക് വാല്യൂ വേണം നമുക്ക് ശകലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. വൈറ്റ് വാല്യൂസ് വേണം കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇപ്പോൾ സാച്ചുറേഷനോ ഷാർപ്നെസ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ തന്നെ ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് താഴത്തേക്ക് വെച്ചിട്ടുണ്ട്, അനീതി കുട്ടിയുടെ മുഖത്തിന് വെക്കുകയാണ്. ഇനി നോക്കുക എത്രത്തോളം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഫിൽറ്റർ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കാണാം നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ കൺട്രോൾ സെറ്റ് അടിക്കുമ്പോൾ കണ്ടോ ഇത്രത്തോളം ബ്രൈറ്റൻ ചെയ്തു. ഇപ്പോൾ ഈ സാധനം ഡിലീറ്റ് ചെയ്താൽ കണ്ടോ ഡാർക്കായിരുന്നു, ഞാൻ ഇത്രത്തോളം ഇലുമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതിൽ ചെയ്യാറ്. ഈ റേഡിയൽ ഫിൽറ്റർ ഇസ് വെരി യൂസ്ഫുൾ ഫോർ മീ. നിങ്ങളും അത് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഡൺ കൊടുക്കുക. ഇനി നമുക്ക് ഇവർക്ക് കൂടുതൽ ഹൈലൈറ്റ്, അതായത് ഈ കുട്ടികളുടെ മുഖത്തേക്ക് കൂടുതൽ ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ക്രോമാറ്റിക് ആബറേഷൻ റിമൂവ് എന്നുള്ളത്, ഇപ്പോൾ ക്രോമാറ്റിക് ആബറേഷൻ ഞാൻ നോക്കിയെടുത്തോളം ഒന്നും കാണുന്നില്ല. സാധാരണ വരാറ് ഈ മരത്തിൻ്റെ ഇതിലൊക്കെയാണ്. പക്ഷേ ഈ ലെൻസ് 85mm 1.8 സോണിയുടെയാണ്, അത്യാവശ്യം മോശമില്ലാത്ത ലെൻസാണ്. അതുകൊണ്ട് തന്നെ ക്രോമാറ്റിക് അബറേഷൻ ഒന്നും എനിക്ക് കാണുന്നില്ല. എന്നാലും ഇത് ക്ലിക്ക് ചെയ്ത് വെച്ചോ വലിയ തെറ്റൊന്നുമില്ല, ഉപകാരമില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് കുട്ടികളുടെ മുഖം കുറച്ചുകൂടി സോഫ്റ്റ് ആകണം. ഇപ്പോൾ ഈ കുട്ടിയുടെ ഈ ഭാഗം നമുക്ക് കുറച്ചുകൂടി ഒരു മിൽക്കി ഫീല് വരുത്താം. ഈ നോയ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കളയാൻ വേണ്ടിയിട്ട് ലൂമിനൻസ് ആണ് ഞാൻ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാറ്. ലൂമിനൻസ് ഞാനൊരു 2 സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യും. ഫോർവേഡ് ചെയ്യുമ്പോൾ പോരാന്നുണ്ടെങ്കിൽ 3 സ്റ്റെപ്പ് ആക്കാം. ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് അതൊക്കെ.
ഫോട്ടോതിന് ISOൻ്റെ ഇതിനനുസരിച്ച്. ISO ഭയങ്കര ഹൈ ആയിരുന്നെങ്കിൽ ലൂമിനൻസ് നല്ലോണം കൊടുത്താലേ ആ നോയ്സൊക്കെ കുറച്ചൊന്ന് റിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വിത്തൗട്ട് ലൂമിനൻസ് കണ്ടോ ചെറിയൊരു നോയ്സ് ഉള്ളൂ, ഒട്ടും നോയ്സ് ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷെ എന്നാലും ഞാനിത് എപ്പോഴും കൊടുക്കും, പ്രത്യേകിച്ചും കുട്ടികളുടെ ഫോട്ടോസിന്, കാരണം ആ ഒരു മിൽക്കി ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് വിനെറ്റിംഗ് ആണ്. വിനെറ്റിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കണ്ടോ, അപ്പോൾ വിനെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ആ കുട്ടികളുടെ മുഖത്തേക്ക് ഹൈലൈറ്റ് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വിനെറ്റിംഗ് ചെയ്യണ്ട എന്ന് ചിലർക്ക് വിനെറ്റിംഗ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ വേറൊരു ഐഡിയ ഉള്ളത്, പുതിയൊരു റേഡിയൽ ഫിൽറ്റർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഭാഗത്ത് വെച്ചതിന് ശേഷം ഇൻവേർട്ട് അടിക്കുക. ഇങ്ങനെ ആയാലും ഇപ്പോൾ മൈനസ് അടിച്ചാലും മതി. കണ്ടോ, ഇവരുടെ അടുത്ത് മാത്രം ഇപ്പം നമുക്ക് ഇതുമ്പോൾ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് മാത്രം ഒരു കുഴപ്പമില്ല, ബാക്കി എല്ലാത്തും എക്സ്പോഷർ കുറച്ച് കുറയ്ക്കും. കുറച്ചും കൂടിയും ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അവരുടെ മുഖത്ത് അത് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ഈ ഫിൽറ്റർ വയ്ക്കുക. എന്നിട്ട് നോക്കുക. ഞാൻ വല്ലാതെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കാണാം. കണ്ടോ, എങ്ങനെയായിരുന്നു ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഹൈലൈറ്റ്, ടോപ്പ് കോർണറിൽ 2 കോർണറിലൊക്കെ നല്ല ഹൈലൈറ്റ് വരുന്നുണ്ട്. നമ്മൾ ഫോട്ടോ നോക്കുമ്പോൾ നമ്മളുടെ കണ്ണ് അങ്ങോട്ട് പോകരുത്, ഡയറക്റ്റ് വരെ മുഖത്തോട്ട് തന്നെ പോകണമെങ്കിൽ അവിടേക്കായിരിക്കണം നല്ലോണം ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫിൽറ്റർ വെച്ച് അതൊന്ന് ഡാർക്കൺ ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഇനി ഷാഡോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഷാഡോസ് ഇനി വീണ്ടും കുറയ്ക്കാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യാൻ മറന്നു. ഷാഡോസ് നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചുകൂടി ഒന്ന് ഡാർക്കൺ ചെയ്യണമെങ്കിൽ ബ്ലാക്ക്സ് വേണമെങ്കിൽ വീണ്ടും ഡാർക്കൺ ചെയ്യാം. പക്ഷെ അത് കുറച്ച് കോൺട്രാസ്റ്റ് കൂടുതലായി പോലെ തോന്നും, അതുകൊണ്ട് വേണ്ട. എക്സ്പോഷർ നമുക്ക് വേണമെങ്കിൽ -0.30 ആക്കണ പോലെ ആക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട്. ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇങ്ങനെയായിരുന്നു, അത് ഞാൻ ഇങ്ങനെയാക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാറ്. ഇപ്പോൾ വേറെ ഇതിൽ ക്രോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ലൊരു ഫ്രെയിമിങ് തന്നെയായിട്ട് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എല്ലാവർക്കും അവരുടെ ഫോട്ടോസിനെ കുറിച്ച് പേഴ്സണലായിട്ട് ഉള്ള ഒരു അഭിപ്രായം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് തരാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് പറയാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞാൻ ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഇനി റെഫറൻസായി വയ്ക്കും. എന്നിട്ട് ബാക്കിയുള്ള ഫോട്ടോസ് ഈ ഒരു ആംബിയൻസ് കിട്ടുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ് പതിവ്. 2 കൊച്ചുകളുടെയും കുറച്ചുകൂടി 0.5 ആക്കാം. വേറൊരു സംഭവം ഞാൻ ബാക്കിയുള്ള ഫോട്ടോസിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരിക, പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചില ഷോർട്ട് കട്ട്സ് പറഞ്ഞുതരാൻ. ഇത് റെഫറൻസായി വെക്കുന്നതിന് മുമ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡെവലപ്പ് സെറ്റിങ്സിൽ കോപ്പി സെറ്റിങ്സ് കൊടുക്കുക. ഇതൊക്കെ ഇത് ചെയ്യുക. ഇപ്പോൾ ഗ്രാജുവേറ്റഡ് റേഡിയൽ ഫിൽറ്റേഴ്സ് ഞാനിപ്പോൾ ഓൾറെഡി വെച്ചിട്ടുള്ള റേഡിയൽ ഫിൽറ്റേഴ്സ് അടക്കം നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ബ്രഷ് സ്ട്രോക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രഷ് സ്ട്രോക്സ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഗ്രാജുവേറ്റഡ് ഫിൽറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഗ്രാജുവേറ്റഡ് ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യുകയും ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കോപ്പി ചെയ്തിട്ട് നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം, ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഇത് രണ്ടുപേരും ക്യാമറയിലോട്ട് ഒരു പ്രസൻസ് ഇല്ല. അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് പിന്നെയും കുഴപ്പമില്ല. യൂട്ടി ഫോക്കസ്ഡിലാണ്, യൂട്ടി ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. എന്നാലും നമുക്ക് ഒന്ന് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഇനി ഡെവലപ്പ് സെറ്റിങ്സിലേക്ക് തിരിച്ച് വന്നിട്ട് പേസ്റ്റ് സെറ്റിങ്സ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നേരത്തെ ഇതൊക്കെ ഇതിലേക്ക് വരും. ഇനി എൻ്റെ റെഫറൻസ് ആയിട്ട് വയ്ക്കാം. യെസ്,
അപ്പോൾ ഈ ഫോട്ടോയുടെ റെഫറൻസ് ആയിട്ട് നമ്മൾ ഇപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ടോട്ടലി ഡിഫറെൻ്റ് ആണ്, ഈ ഒരു ഔട്ട്പുട്ട് അല്ല ഈ ഒരു ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കുറച്ചൊന്ന് ട്യൂൺ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മുടെ റേഡിയൽ ഫിൽറ്റേഴ്സിൻ്റെ ലൊക്കേഷൻ തെറ്റായിരിക്കും. തെറ്റാണ്, കണ്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് പൊക്കുക. ഇത് കുറച്ച് തെറ്റാണ്. അപ്പോൾ നമുക്ക് സെയിം ഡെവലപ്പ് സെറ്റിങ്സ് പേസ്റ്റ് ചെയ്തിട്ട് ഇതിനും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലും റേഡിയൽ ഫിൽറ്റേഴ്സ് കറക്റ്റ് ലൊക്കേഷനിലായിരിക്കില്ല, കണ്ടോ. നമ്മൾ ലൊക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോട്ടോ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല അത്യാവശ്യം രണ്ടുപേരും ഷാർപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നീട് നമുക്കിതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊന്നുകൂടി നോക്കാം. എക്സ്പോഷർ ഫൈൻ. മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്, കുറച്ചുകൂടി ഒരു ബ്ലൂ വാല്യൂ കൊടുത്തതിന് ശേഷം 0.2 ആൻഡ് എക്സ്പോഷർ സ്ലൈറ്റ്ലി മോർ ഹയർ. ഇപ്പോൾ ബ്ലൂ വാല്യൂ നമുക്ക് കുറച്ച് കൂടി കിടന്നാലും പ്രശ്നമാണ്. അതായത് ടെമ്പറേച്ചർ നമ്മൾ 6000-ലൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടിയും ബ്ലൂയിഷ് ആയിട്ട് ലൈക്ക് കൂടുതൽ ഒരു യെല്ലോ ടിൻ്റൊക്കെ വരും. അപ്പോൾ നമുക്ക് ബ്ലൂ വാല്യൂ കുറച്ച് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് മുമ്പത്തെ ഫോട്ടോസിലും അതുപോലെ തന്നെ തോന്നും. നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടിയും ഒരു റെഡ് ടിൻ്റാണ് കൂടുതൽ. അപ്പോൾ ടെമ്പറേച്ചർ നമ്മളൊന്ന് ബാക്കോട്ട് വലിച്ചിട്ട് അതിൻ്റെ റെഡ് ടിൻ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എക്സ്പോഷർ ഒന്ന് ശകലം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വ്യത്യാസം കണ്ടോ. ഈ ഫോട്ടോ നമുക്ക് വേണ്ട, ഈ ഫോട്ടോ കളയാം. സോ ഈ ഫോട്ടോയെ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ശകലം ഒന്ന് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എക്സ്പോഷർ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ഇനി റെഫറൻസ് വെച്ച് നോക്കുക. കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സീരീസ്. ഇപ്പോൾ നമ്മൾ കുറേ അൺഫോക്കസ്ഡ് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അത് കാരണം ബേബി കുട്ടി കുറേ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ഫോക്കസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫ്ലാഷ് ഒരു സ്ഥലത്ത് ഫിക്സഡ് ആയിരുന്നു. ലൈക്ക് സെക്കൻഡറി ഫ്ലാഷ് ആയിരുന്നു, അതായത് ഓഫ് ക്യാമറ ഫ്ലാഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കുള്ള മൂവ്മെൻറ്റ്സും ലിമിറ്റഡ് ആയിരുന്നു. ബേബി ആണെങ്കിൽ ഓടിക്കൊണ്ടേയിരുന്നു, മൂത്ത് കൂട്ടി പിന്നാലെ നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഫോക്കസ് എപ്പോഴും തെറ്റിക്കൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസ് കുറേ ഫോട്ടോസിൽ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ നിങ്ങളത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ പിന്നീട് ആ സീരീസിൽ, അതായത് ഈ സീരീസ് ഇസ് ഡിഫറെൻറ്റ്. ലൈക്ക് ഇത് നമുക്ക് ഈ ഫോട്ടോസ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഡിഫറെൻ്റ് ഒരു സിനാരിയോ ആണ്. സെയിം ലൊക്കേഷൻ ആണെങ്കിലും ഇത് ഡിഫറെൻ്റ് ആണ്. പോസിങ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്, ആംഗിൾ ഇസ് ഡിഫറെൻറ്റ്. അങ്ങനെ കുറേ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഫോട്ടോസ് നമുക്ക് ഒരേ സീരീസിൽ വരുന്നത് കാരണം ഈ ഫോട്ടോസൊക്കെ ഒരേപോലെ ഇരുന്നാൽ വളരെ നന്നായിരിക്കും. അവർ കാണുമ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഈ കുട്ടിയുടെ നാച്ചുറൽ എന്നിട്ട് പല്ലില്ലാത്ത ചിരിയും ഈ കുട്ടിയുടെ ചിരിയും കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം നമുക്ക് തന്നെ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നും. ഓക്കെ, നമുക്ക് ഈ ഫോട്ടോ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് തന്നെ എനിക്ക് ചെയ്യാൻ തോന്നുന്നത് നമുക്കൊരു ഗോൾഡൻ സൺലൈറ്റ് വരുത്തി കഴിഞ്ഞാൽ ഇത് എത്രത്തോളം നന്നായിരിക്കും എന്ന് നോക്കാം. ഇനി നമുക്ക് മുഖത്തൊരു റേഡിയൽ ഫിൽറ്റർ നേരത്തെ വെച്ചതുപോലെ തന്നെ വെച്ച് കൊടുക്കാം.
ഡൺ. ഇനി ബ്ലാക്ക് വാല്യൂസ് അല്ല കേർവ് ലെയർ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ലോണം ഡാർക്കായി കിട്ടി. ഹൈലൈറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് മൊത്തത്തിലുള്ളൊരു എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈലൈറ്റ്സ് ചെറുതായിട്ടൊന്ന് താത്തേണ്ടി വരും. ചെറിയൊരു ലൂമിനൻസ് ഒന്ന് സോഫ്റ്റ് ആക്കാൻ. എനിക്ക് ഈ ഹെയറിൽ ചെറിയൊരു ഗോൾഡ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് ഒന്ന് യൂസ് ചെയ്യാം. നമുക്ക് അത് തന്നെ അൺനാച്ചുറലായി തോന്നരുത്, അതുകൊണ്ട് ബോർഡേഴ്സിൻ്റെ പുറത്തേക്ക് പോകാണ്ട് ശ്രദ്ധിക്കണം. നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. എവിടെയൊക്കെ മാസ്ക് ആയിട്ട് കണ്ട ഇത്രയും മതി. ഓക്കെ, ഓവറായി കഴിഞ്ഞാൽ വളരെ മോശമാകും. നാച്ചുറലി മാനുവലി ചെയ്തതാണെന്ന് തോന്നാൻ പാടില്ല. ഓക്കെ, കണ്ടോ? അപ്പോൾ ഒരു ഗോൾഡൻ ടിൻ്റെ ഹെയറിൻ്റെ വരും ചെയ്തു, ഗോൾഡൻ റേസിൻ്റെ. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ ഡെവലപ്പ് സെറ്റിങ്സ് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ബ്രഷ് ഞാൻ കോപ്പി ചെയ്ത് നോക്കാം എങ്ങനെ വരും എന്ന് നോക്കാം. നെക്സ്റ്റ് ഫോട്ടോയിൽ പോയിട്ട് ഇത് ഒക്കെ സെയിം ആണ്. സെറ്റിങ്സ് പേസ്റ്റ്. ഇനി ക്രോപ്പ് ആദ്യം തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ബ്രഷിൻ്റെ സ്ട്രോക്സ് ചിലപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഡൺ. അപ്പോൾ നമുക്ക് കാണാം രണ്ടും ഓൾമോസ്റ്റ് ഒരേപോലത്തെ ഒരു ഹൈലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഗ്രേഡിയൻ ലെയർ അവിടെ. അപ്പോൾ കണ്ടോ, രണ്ടും ഒരേപോലെയായി. ഇപ്പോൾ സോ ഇനി അടുത്ത വല്ല ഫോട്ടോസ്, സിമിലർ ഫോട്ടോസ് നോക്കാം നമുക്ക്. നമുക്ക് ഒരെണ്ണം മതി, ഒരു സീരീസിലത്തെ ഏറ്റവും ബെസ്റ്റ് മതി, എല്ലാം കൂടി കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിലും നമുക്ക് ഡെവലപ്പ് സെറ്റിങ്സ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ഹെയറിൻ്റെ ലൊക്കേഷനൊക്കെ തെറ്റാണ്, ഗ്രേഡിയൻ്റ് എഫക്റ്റ് തെറ്റായിരിക്കും. സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. നിങ്ങൾക്ക് റേഡിയൽ ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ നോക്കാം, അതും തെറ്റാണ്. ഇവിടെ വരട്ടെ. ഇതും നമുക്ക് നല്ലോണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ മൊത്തത്തിൽ പടത്തിലുള്ള ഒരു എക്സ്പോഷർ ഒന്ന് കൂട്ടാം. ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ആണ്. ഇതിലുള്ള ഒരു ടെമ്പറേച്ചർ ഒന്ന് ശകലം താത്തി. ഓക്കെ, ഇനി നമുക്ക് ക്രോമാറ്റിക് അബ്രേഷൻ, ലൂമിനൻസ് ഓൾ ഓക്കെ. ആൻഡ് ക്രോപ്പ് ചെയ്യാനൊന്നുമില്ല, ഫ്രെയിം കറക്റ്റാണ് എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ,
ഈ പാടുകളൊക്കെ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാം കേട്ടോ. അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇതാ സ്പോട്ട് റിമൂവൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പോൾ അടുത്തുള്ള ഇതിലേക്ക് പോയിട്ട് ആ മെയിൻ സ്പോട്ട്സും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും. ഈ ഹെയർ വരെ റിമൂവ് ആവും. ഇപ്പോൾ ഹെയർ ചെയ്യുകയാണെങ്കിൽ വേണ്ടോ അതും പോയി വേണ്ടോ, ഹെയറും പോയി, ആ സ്പോട്ടും പോയി. ഇതൊക്കെ നിങ്ങൾക്ക് ലൈറ്റ് റൂമിൽ തന്നെ ചെയ്യാം. ഇതൊന്നും ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല. ലൈറ്റ് റൂം ഈസ് ഡൂയിങ് ബെറ്റർ ജോബ് ദാൻ ഫോട്ടോഷോപ്പ്. സോ രണ്ടും അഡോബ് തന്നെ. എന്നാലും ഓക്കെ. അപ്പോൾ മെയിൻ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നെ റിമൂവ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ലൈറ്റ് റൂമിൽ തന്നെയുണ്ട്. ഈ സെയിം കാര്യങ്ങൾ സ്പോട്ട് റിമൂവറും കാര്യങ്ങളൊക്കെ ഇതിലും ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അതുപോലെ തന്നെ ഇതിലും. ഓക്കെ. അപ്പോൾ നമുക്കിനി ഈ ഒരു സെയിം ആംബിയൻസ് ആളുടെ വൈഫിൻ്റെ കൂടെയുള്ള ഫോട്ടോസിൽ കിട്ടാൻ ശ്രമിക്കാം. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമുക്ക് ഇവർക്കും സെയിം എഫക്റ്റ്, റെഫറൻസ് മോഡലുള്ള ഈ ഒരു എഫക്റ്റ് തന്നെ ഇതിലേക്ക് കൊടുക്കാൻ നോക്കാം. പേസ്റ്റ്. ബ്രഷിൻ്റെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. വേറെ ഫീമെയിലിന് നമുക്ക് ആളുടെ വൈഫിൻ്റെ ഫേസിൽ ഹെയറിൽ വേണം ഇനി അത് കൊടുക്കാൻ. അത് പിന്നീട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. റേഡിയൽ ഫിൽറ്റർ, ലൊക്കേഷൻ റോങ് ആണ്. ഇത് രണ്ടുപേർക്കും ഒരു റേഡിയൽ ഫിൽറ്റർ തന്നെ യൂസ് ചെയ്യാം. യെസ്, ഓക്കെ, പെർഫെക്റ്റ്. നമുക്കൊന്ന് സൂം ചെയ്തതിന് ശേഷം വൈഫിൻ്റെ ഹെയറിൽ നമുക്ക് ഗോൾഡൻ ലൈറ്റ് കൊടുക്കാം. അപ്പം നിങ്ങൾ ഇപ്പം അടിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ പുറത്ത് പോയതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഹെയറിലും ഒരു ഗോൾഡൻ ഹൈലൈറ്റ് കൊടുത്തു. എവിടേക്കോ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ആ ഗോൾഡൻ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ ഫൈൻ. കുറച്ചുകൂടി ഒന്ന് ബ്ലൂ വാല്യൂ കൂട്ടിയതിന് ശേഷം കുറച്ച് എക്സ്പോഷർ ഒന്ന് കയറ്റാം. ഒരു പിങ്ക് ഷെയ്ഡും കൂടിയും. എല്ലാത്തിനും ഓട്ടോ സിങ്ക് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം പിങ്ക് ഷെയ്ഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം എൻ്റെ സ്ക്രീനിൽ ഗ്രീൻ ടിൻറ്റ് കുറവാണ്. അതുകൊണ്ട് എനിക്കറിയാം അത് മൊബൈലിൽ വരുമ്പോൾ ഗ്രീൻ ടിൻറ്റ് വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനത് ഡീഫോൾട്ടായിട്ട് ഗ്രീൻ ടിൻറ്റ് കുറച്ച് പിങ്ക് ഷെയ്ഡ് കൂട്ടിയിടും. ഓട്ടോമാറ്റിക്കലി ഇത് മാനേജ് ആവും. ഓക്കെ. അപ്പോൾ ഈ ഫോട്ടോ ഇനി നമുക്ക് വേണ്ട, ഇത് റിമൂവ് ചെയ്യാം. നമുക്ക് നല്ലൊരു ഫോട്ടോ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലിനി ലൂമിനൻസ് ഓക്കെ ഓൾറെഡി അഡ്ജസ്റ്റ് ആയി. നമുക്ക് ചെയ്യാനുള്ളത് രണ്ടുപേരുടെയും മുഖത്തുള്ള ചെറിയ ചെറിയ മാർക്സ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ കണ്ടോ, ഫീമെയിലിൻ്റെ മുഖത്ത് എല്ലാം മാറി. ഈ റേഡിയൽ ഹൈലൈറ്റിൽ
ഷാഡോസ്. ഗോൾഡ് കളറിൻ്റെ വാല്യൂസ് ഞാൻ ഒന്ന് കുറച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സീരീസിലത്തെ ഇനി റെഫറൻസ് ഇമേജ് ഇതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോരട്ടെ. ഇനി ഈ ഫോട്ടോസൊക്കെ നമുക്ക് അതുപോലെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ തൊട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്പ് സെറ്റിങ്സ് കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യുക. ഇനി ഇതിൽ ഡെവലപ്പ് സെറ്റിങ്സ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ എല്ലാതും അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഓക്കെയാണ്. റേഡിയൽ ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ തെറ്റ്. ഓക്കെ, അപ്പോൾ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കി. ഇപ്പോൾ നേരത്തെ ചെയ്ത സെയിം വാല്യൂസ് നമ്മൾ കുറച്ചുകൂടിയും ബ്ലൂ വാല്യൂ ഒന്ന് റെഡ്യൂസ് ചെയ്യണു. എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പിങ്ക് വാല്യൂ 19 ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്പോട്ട് റിമൂവർ ടൂള് ഒന്നുകൂടി ഒന്ന് ഓക്കെ. അപ്പോൾ രണ്ടുപേരുടെ മുഖത്തുള്ള സ്പോട്ട്സ് മെയിനായിട്ടുള്ളതൊക്കെ റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട് തന്നെ ഇതിനും കിട്ടുന്ന പോലെ രീതിയിൽ നമുക്ക് നോക്കാം. ഡെവലപ്പ്, കോപ്പി സെറ്റിങ്സ്, പേസ്റ്റ്. ഓക്കെ, നമുക്ക് എല്ലാത്തിൻ്റെയും ലെവലും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ബേസിക് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി ബ്രഷിൻ്റെ സ്ട്രോക്സ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയത് വയ്ക്കാം. പുറത്തോട്ട് ഡാർക്കായി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാവും. അതുകൊണ്ട് നിങ്ങൾ മാസ്കൊക്കെ നല്ല ഭംഗിയിൽ ചെയ്യണം. വേണ്ട, ഹെയർമ മാത്രമായിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഭയങ്കര അൺനാച്ചുറലായി തോന്നും. ഓക്കെ, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതുപോലെ എനിക്ക് ഇനിയും ഇതാ മൊത്തത്തിൽ എടുത്തത് 340 ഫോട്ടോസുകളുണ്ട്. 406 ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയ ഫോട്ടോസും കുറേ അൺവാണ്ടഡ് ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത് 340 എണ്ണത്തിലെത്തി. അതിൽ നിന്ന് ഇനിയും കുറയും. ഒരു 250 അല്ലെങ്കിൽ 200 ഫോട്ടോസൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനിയും ഡിലീറ്റ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നല്ല ഫോട്ടോസ് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഇത് കിട്ടുമ്പോൾ അത്യാവശ്യം സമയം തന്നെ എടുക്കും എഡിറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോന് എത്ര സമയം എടുക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈറ്റ് റൂമിൽ തന്നെ മാക്സിമം ജോബ് ഫിനിഷ് ചെയ്യുക. ഞാനിത് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാറേ ഇല്ല. ഫോട്ടോഷോപ്പിൽ ഒന്നും തന്നെ ചെയ്യാറില്ല. അൺടിൽ ആൻഡ് അൺലെസ് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് സ്പോട്ട് റിമൂവർ പോലെ എന്തെങ്കിലും വലിയ ഒബ്ജക്ട്സ് റിമൂവ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഞാൻ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ എഡിറ്റ് ചെയ്യാറുള്ളത് ലൈറ്റ് റൂമിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ഭംഗിയായിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് ലൈറ്റ് റൂമിൽ നിന്ന് തന്നെ കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2025 എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗൈൻ. എല്ലാവർക്കും നമസ്കാരം.